ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായിട്ടുള്ള ഇന്ത്യയും പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ സാമ്പത്തിക ശക്തിയായ യുഎഇയും തമ്മിലുള്ള ബന്ധം ഇന്ന് വെറും ഒരു ഉഭയകക്ഷി സൗഹൃദത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലെയും സാമ്പത്തിക രംഗത്തെയും ഒരു പുതിയ ശക്തി കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കേവലം വ്യാപാര ബന്ധങ്ങളിൽ ഒതുങ്ങാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ചരിത്രപരമായ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ സമീപകാല ഇന്ത്യ സന്ദർശനം നമ്മളോട് പറയുന്നത്. എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ സന്ദർശനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് അൽ നഹ്യാന്റെ 2026 ജനുവരി 19 ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിലെ സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ന്യൂഡൽഹിയിൽ എത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിൽ എത്തിയത് നയതന്ത്രപരമായ വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഏകദേശം 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഈ ഹ്രസ്വമെങ്കിലും ക്രിയാത്മകമായ സന്ദർശനത്തിനിടെ പ്രതിരോധം, ഊർജം, സാങ്കേതിക വിദ്യ, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സങ്കീർണമായ അല്ലെങ്കിൽ നിർണായകമായ പല തീരുമാനങ്ങളും കരാറുകളും ഉണ്ടായി. സാമ്പത്തിക രംഗത്ത് 2032 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. 2022 ഒപ്പിട്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ വിജയത്തിന് പിന്നാലെയാണ് ഇപ്പോഴുള്ളത്. ഇതിന്റെ ഭാഗമായി ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരത് മാർട്ട്, വെർച്വൽ ട്രേഡ് കോറിഡോർ തുടങ്ങിയ പദ്ധതികൾ വേഗത്തിലാക്കാനും ധാരണയായിട്ടുണ്ട്. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ യുഎഇയുടെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായിട്ടുള്ള ഫസ്റ്റ് അബുദാബി ബാങ്കും ലോജിസ്റ്റിക് കമ്പനിയായ DP വേൾഡും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത. പ്രതിരോധ മേഖലയിൽ സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് എന്ന പുതിയ കരാറിലൂടെ സൈനിക സഹകരണം അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ബഹിരാകാശ സാങ്കേതിക വിദ്യ, സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായ സഹകരണം എന്നിവ ഈ കരാറിൽ ഉൾപ്പെടുന്നു. ഊർജ സുരക്ഷയുടെ ഭാഗമായി യുഎഇയുടെ അഡ്നോക് ഗ്യാസും ഇന്ത്യയുടെ HPSL-ഉം തമ്മിൽ 10 വർഷത്തെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇതിനനുസരിച്ച് 2028 മുതൽ പ്രതിവർഷം 0.5 മില്യൺ മെട്രിക് ടൺ LNGക്ക് ഇന്ത്യയിൽ ലഭിക്കും. കൂടാതെ ഇന്ത്യയുടെ പുതിയ ആണവോർജ നിയമമായിട്ടുള്ള ശാന്തി ആക്ട് 2025ന്റെ പശ്ചാത്തലത്തിൽ ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിനും അതുപോലെ ഈ മേഖലയിൽ സഹകരിക്കാനും ധാരണയായിട്ടുണ്ട്. സാംസ്കാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അബുദാബിയിൽ ഹൗസ് ഓഫ് ഇന്ത്യ എന്ന സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ തത്വത്തിൽ തീരുമാനവുമായിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ പൈതൃകം വിളിച്ചോതുന്ന മ്യൂസിയം ഉൾപ്പെടെ ഉണ്ടാകും. കൂടാതെ ഇന്ത്യയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനായി യുഎഇ കമ്പനിയായ G42ഉം ഇന്ത്യയുടെ CDAC-ഉം സഹകരിക്കും. IIT ഡൽഹി, IIM അഹമ്മദാബാദ് എന്നിവയുടെ ഗൾഫ് കേന്ദ്രങ്ങൾ വഴി വിദ്യാഭ്യാസ മേഖലയിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ എളുപ്പത്തിൽ പരിശോധിക്കുന്നതിനായി ഇന്ത്യയുടെ ഡിജി ലോക്കർ സംവിധാനം യുഎഇ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള പുതിയ കരാറുകൾ അവിടുത്തെ 3.5 ദശലക്ഷത്തിലധികം വരുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ നേട്ടങ്ങളാണ് നൽകുന്നത്. സാമ്പത്തിക ഇടപാടുകൾ മുതൽ വിദ്യാഭ്യാസം വരെയുള്ള മേഖലകളിൽ സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിതം എളുപ്പമാക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് ഇവിടെ പരിശോധിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം പണമിടപാടുകളിലെ ലാഭം തന്നെയാണ്. ഇന്ത്യയുടെ UPI സംവിധാനവും യുഎഇയുടെ ആനി എന്ന പേയ്മെന്റ് പ്ലാറ്റ്ഫോമും തമ്മിൽ ബന്ധിപ്പിക്കുന്നതോടെ നാട്ടിലേക്ക് പണം അയക്കുന്നത് കൂടുതൽ ലളിതവും വേഗത്തിലുള്ളതുമായി മാറും. സാധാരണ ബാങ്ക് ചാർജുകളോ ഉയർന്ന വിനിമയ നിരക്കുകളോ ഇല്ലാതെ തന്നെ മൊബൈൽ ആപ്പുകൾ വഴി കുറഞ്ഞ ചിലവിൽ പണം അയക്കാൻ ഇത് സഹായിക്കും. കൂടാതെ യുഎഇയിലെ കടകളിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ UPI വഴി നേരിട്ട് പണമടയ്ക്കാൻ കഴിയുന്നത് വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ഉപകാരപ്പെടും. വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം പ്രവാസി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വലിയ അവസരങ്ങളാണ് തുറക്കാൻ പോകുന്നത്. അബുദാബിയിലെ IIT ഡൽഹി ക്യാമ്പസിൽ പ്രവാസി കുട്ടികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച മാർക്കുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഫീസിൽ 100% വരെ ഇളവും ലഭിക്കും. ഇത് കുറഞ്ഞ ചിലവിൽ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം യുഎഇയിൽ തന്നെ സ്വന്തമാക്കാൻ പ്രവാസി വിദ്യാർത്ഥികളെ സഹായിക്കും. കൂടാതെ ഇന്ത്യയുടെ ഡിജി ലോക്കർ സംവിധാനം യുഎഇ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കുന്നതോടെ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നതിനും ജോലി ആവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്നതിനുമുള്ള നൂലാമാലകളും ഒഴിവാകും. ജോലി തേടുന്നവർക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്കും പുതിയ കരാറുകൾ ആശ്വാസകരമാണ്. ആരോഗ്യരംഗം, എഞ്ചിനീയറിംഗ്, അക്കൗണ്ടൻസി തുടങ്ങിയ മേഖലകളിലെ യോഗ്യതകൾ ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കാൻ തീരുമാനിച്ചതോടെ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ മാറ്റവും സ്ഥാനക്കയറ്റവും കൂടുതൽ എളുപ്പമാകും. കൂടാതെ അധ്യാപകർ, നഴ്സുമാർ, IT വിദഗ്ധർ എന്നിവർക്കായി യുഎഇ ഗോൾഡൻ വിസ വ്യവസ്ഥകൾ ഉദാരമാക്കിയതും ദീർഘകാല താമസത്തിനും വഴിയൊരുക്കുന്നുണ്ട്.
പ്രവാസികളുടെ കുടുംബങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനായുള്ള ശമ്പള പരിധിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 4000 ദർഹം ശമ്പളമുള്ളവർക്ക് അടുത്ത ബന്ധുക്കളെയും 8000 ദർഹം ശമ്പളമുള്ളവർക്ക് കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും സ്പോൺസർ ചെയ്യാൻ സാധിക്കും. കൂടാതെ വിരമിച്ച പ്രവാസികൾക്കായി റിട്ടയർമെന്റ് വിസ പദ്ധതികൾ കൂടുതൽ ആകർഷകമാക്കിയതും പ്രവാസികൾക്ക് UAE ഒരു രണ്ടാം വീടായിട്ട് കാണാൻ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് നഹ്യാന്റെ ഇന്ത്യ സന്ദർശനത്തെ അയൽ രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ. ദക്ഷിണേഷ്യയിലെയും പശ്ചിമേഷ്യയിലും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവായിട്ട് ഈ സന്ദർശനം വിലയിരുത്തപ്പെടുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം വലിയ ആശങ്കകൾക്കാണ് കാരണമായിട്ടുള്ളത്. പരമ്പരാഗതമായി പാകിസ്ഥാന്റെ ഉറ്റ സുഹൃത്തായിരുന്ന UAE ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ണർഷിപ്പ് ഒപ്പിട്ടത് പാകിസ്ഥാന് നയതന്ത്രപരമായ തിരിച്ചടിയാണ് നൽകിയത്. ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന നടത്തിയതും അതിർത്തി കടന്നുള്ള ഭീകരതയെ അപലപിച്ചതും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് അവിടുത്തെ മാധ്യമങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ 2025 സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പിട്ടിരുന്നുവെങ്കിലും UAE ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനുള്ള സ്വാധീനം കുറയുന്നതിന്റെ ലക്ഷണമായിട്ട് അവർ ഭയപ്പെട്ടു. ചൈന ഈ സന്ദർശനത്തെ വളരെ സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് വെല്ലുവിളിയാകുമോ എന്ന് ചൈന ഇവിടെ സംശയിക്കുന്നുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ പോലുള്ള പദ്ധതികളിൽ UAEയും ഇന്ത്യയും കാണിക്കുന്ന താല്പര്യം തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൈന കരുതി പോരുന്നുണ്ട്. എങ്കിലും UAEയുമായി ചൈനയ്ക്കും ശക്തമായ സാമ്പത്തിക ബന്ധമുള്ളതിനാൽ പരസ്യമായ എതിർപ്പിന് അവർ മുതിരുന്നില്ല. മറിച്ച് UAEയെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ ചൈനയും ശക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ മറ്റ് അയൽ രാജ്യങ്ങൾ ഈ സന്ദർശനത്തെ ഒരു സാമ്പത്തിക മാതൃകയായിട്ടാണ് കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് മേഖലയിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്ന് ഈ രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് IT, ബഹിരാകാശ മേഖലകളിലെ സഹകരണം ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. അതേസമയം ക്രിക്കറ്റ് പോലുള്ള മേഖലകളിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയുമായി ചില തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ UAEയുടെ ഇന്ത്യയോടുള്ള ഈ അടുപ്പം നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യയെ സഹായിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിനെ അയൽ രാജ്യങ്ങൾ അല്പം അസൂയയോടെയും എന്നാൽ ബഹുമാനത്തോടെയുമാണ് നോക്കിക്കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഇന്ത്യ മുന്നിലെത്തുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആലോചനയിലാണ് പല അയൽ രാജ്യങ്ങളും ഇന്ന് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.